ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു വ്ളോഗാണ്. എൻ്റെ കുഞ്ഞ് ഗാർഡനിലെ കുറച്ച് ചെടികളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിന എങ്ങനെ വീട്ടിൽ വളർത്താം എന്നുള്ളതും കൂടി നോക്കാം. നമ്മൾ കടയിൽ നിന്ന് പുതിന വാങ്ങുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് മുറ്റിയ തണ്ടെടുത്തതിന് ശേഷം അതിൻ്റെ ബോട്ടം പോർഷൻ ചെറുതായിട്ട് സിസർ വെച്ച് ഒന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ബോട്ടിലിൽ അല്പം വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഈ തണ്ട് ഇട്ട് വയ്ക്കണം. അതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വേരുകളൊക്കെ വന്നു തുടങ്ങും. ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇട്ട് വെച്ചിട്ടുള്ള പുതിനയായിരുന്നു. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനത് ചെടിച്ചട്ടിയിലേക്ക് നട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ചെടിച്ചട്ടിയിലോട്ട് മണ്ണ് നിറയ്ക്കാം. ഞാൻ കുറച്ച് മണ്ണിൽ കമ്പോസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പോസ്റ്റും കൂടി ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇനി ഞാനിത് ഓരോന്നായിട്ടെടുത്ത് നടാൻ പോവുകയാണ്. ഒരുപാട് സൂര്യ വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായിട്ട് പുതിന വയ്ക്കരുത്. നട്ടതിന് ശേഷം ചെറുതായിട്ട് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം. പുതിനയ്ക്ക് മണ്ണ് മോയിസ്റ്റായിട്ടിരിക്കാനും ശ്രദ്ധിക്കണം. അതായത് ഈർപ്പം എപ്പോഴും വേണം. ഇനി ഇത് കുറച്ച് വളർന്നതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ഞാൻ അവസാനം കാണിക്കുന്നതായിരിക്കും. ഇത് എൻ്റെ ബീൻസ് ചെടിയാണ്. ഇതൊരു 2 മാസത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ നട്ടു വെച്ചിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ തന്നെ ഇതിൽ ഒരുപാട് പൂക്കളും ബീൻസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ തക്കാളി ചെടി കാണിക്കാം. ഇതും ബീൻസ് നട്ടപ്പോൾ തന്നെ ഞാൻ നട്ടു വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിലും ഒരുപാട് തക്കാളിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 ചെടിയിൽ നിന്നാണ് എനിക്ക് ഇത്രയും തക്കാളി വന്നിട്ടുള്ളത്. വെജിറ്റബിൾസൊക്കെ ഓർഗാനിക്കായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇനി ഇതുകൂടാതെ ഞാനൊരു 5-6 റോസിൻ്റെ ചെടിയും നട്ടുവെച്ചിട്ടുണ്ട്. ഇത് പിങ്കും ഓറഞ്ചും എല്ലാം കൂടി ചേർന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. ഇത് വൈറ്റ്. ഇതിലും ഒരുപാട് മുട്ട് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ജേവര ചെടി. ഇതിൻ്റെ പൂക്കളും കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതിവിടെ ഒരുപാട് കളേഴ്സിൽ, അതായത് റെഡ്, പേർപ്പിൾ, ഓറഞ്ച്, യെല്ലോ, വൈറ്റ്, ഇങ്ങനെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് വീണ്ടും തക്കാളി ചെടിയാണ്. അഴുകിയ ഒരു തക്കാളി ഞാൻ കൊണ്ട് കുഴിച്ചിട്ടപ്പോൾ ഇതെല്ലാം വന്നു. ഇത് എൻ്റെ റെഡ് കളർ റോസ്. ഇതിലും ഒരുപാട് മുട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇതും നല്ല രസമുള്ളൊരു മഞ്ഞ കളർ റോസാ ചെടിയാണ്. ഇതിലും ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ബേബി പിങ്ക് കളർ റോസാണ്. വീണ്ടും നല്ലൊരു ഓറഞ്ച് കളർ റോസ്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെറൂൺ കളർ ജമന്തിയാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് ചെടികളിലൊന്നാണ്. ഇത് പൂത്തതിന് ശേഷമുള്ള അപ്ഡേറ്റ്സ് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. ഈ ചെടി മുഴുവനും മുട്ട് വന്നിട്ടുണ്ട്. ഇത് കറ്റാർ വാഴ, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് മുളച്ച് വന്ന ഒരു മുളക് ചെടിയാണ്. ഇത് മല്ലിയില. ഇനി ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ നോക്കാം. പഴത്തൊലി വെച്ചിട്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ചെയ്യുന്നത്. പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് ഒരു 3-4 ദിവസം വയ്ക്കണം. 3-4 ദിവസം വെച്ചതിന് ശേഷം ചെടികൾക്ക് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യാം. പഴത്തിൻ്റെ തൊലിയിൽ ചെടികളുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ എൻ്റെ ഗാർഡൻ അപ്ഡേറ്റ്സും കൂടി കാണിക്കാം. ഒരുപാട് ബീൻസും തക്കാളിയും ഒക്കെ വന്നിട്ടുണ്ട്. ബീൻസിൽ ഒരുപാട് പൂവും വന്നിട്ടുണ്ട്. ഞാനിന്ന് കുറച്ച് ബീൻസ് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പറിക്കാൻ പോവാണ്.
ഒരുപാട് തക്കാളിയും വന്നിട്ടുണ്ട്. തക്കാളി ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം പറിച്ചിട്ടുണ്ടായിരുന്നു. ദാ നമ്മുടെ ഓർഗാനിക് തക്കാളിയും ബീൻസും. ചെടി മുഴുവനും മെറൂൺ കളർ ജമന്തിപ്പൂ വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമാണ്. ഇതൊരുപാട് ദിവസം ഇതുപോലെ തന്നെ നിൽക്കുകയും ചെയ്യും. രണ്ട് ചെടിച്ചട്ടിയിലായിട്ടാണ് ഞാൻ ഈ ചെടി വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യം നട്ടു വെച്ചിട്ടുണ്ടായിരുന്ന പുതിന ഇലയാണ്. ഇപ്പോൾ ഒരുപാട് ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.